ഹായ് ആൾ, വെൽക്കം ടു എൻട്രി. ഇന്ന് ഞാനോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSC എക്സാമുകളെ പറ്റിയിട്ടാണ്. അതും നമ്മുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് SSC എക്സാംസ് എഴുതാൻ പറ്റുമോ? ഇപ്പോൾ ഫൈനൽ ഇയർ ഇപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് എക്സാം എഴുതാൻ, അതായത് ഈ ഒരു SSC എക്സാംസുകൾ അപ്പിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനോട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഡൗട്ടാണ്. ഞാനിപ്പം ഫൈനൽ ഇയർ കഴിഞ്ഞ് നിൽക്കുകയാണ്, അതായത് എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല, പക്ഷേ ഞാൻ എക്സാം ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വരുന്ന SSC എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ഡൗട്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ മെയിനായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ SSC എക്സാംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെ SSC എക്സാമുകളാണ് വരുന്നത് എന്നുള്ള നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നുള്ള പരീക്ഷകൾ തന്നെയാണ്. ഒന്ന് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, അടുത്ത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, നെക്സ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതായത് MTS, പിന്നെ വരുന്നത് സെലക്ഷൻ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, സെലക്ഷൻ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ സെലക്ഷൻ പോസ്റ്റുകളുടെ എക്സാം നമ്മുടെ SSC കണ്ടക്ട് ചെയ്യാറുണ്ട്. സെലക്ഷൻ പോസ്റ്റുകൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ചില ഡിഗ്രി ഹോൾഡേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ +2 ക്വാളിഫിക്കേഷൻ, അതായത് ഓരോ പോസ്റ്റുകൾക്കും ഇതിനകത്ത് വരുന്ന പോസ്റ്റുകൾക്ക് ഓരോന്ന് ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻ ആയിരിക്കും. ചിലതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ സെലക്ഷൻ പോസ്റ്റുകൾ നമുക്ക് വിളിക്കാറുണ്ട്. അതുപോലെ GD CPO അതായത് ഫോഴ്സിലേക്കുള്ള പോസ്റ്റുകളും വിളിക്കാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഇപ്പോൾ ഫോഴ്സിലേക്ക് നമ്മൾ നോക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ GD ആൻഡ് CPO ഒക്കെ നോക്കുക. അതല്ലാതെ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ CGL, അതുപോലെ CHSL, അതുപോലെ MTS, നെക്സ്റ്റ് സെലക്ഷൻ പോസ്റ്റ്, ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന SSC പരീക്ഷകൾ. ഓക്കെ, ഇനി ഈ SSC പരീക്ഷകൾ ഈ പറയുന്ന ഓരോന്നിനും നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് നോക്കാം. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ടും ഡിഗ്രി ഹോൾഡേഴ്സ് വരുന്ന കൺഫ്യൂഷൻ. അതായത് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്, ഡിഗ്രിയുടെ എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? CHSL നമുക്ക് വലിയ പ്രശ്നമില്ല, 12th പാസ്സായിട്ടുള്ളവർക്ക്, അതുപോലെ MTS 10th പാസ്സായിട്ടുള്ളവർക്ക്. സെലക്ഷൻ പോസ്റ്റ് പല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് അവിടെ വരാം. GD ആൻഡ് CPO അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. GD ആൻഡ് CPO വരുമ്പോൾ അത് 10th പാസും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ ചേഞ്ച്. അതായത് കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് അപ്പിയർഡ് ഇൻ ദെയർ ഫൈനൽ ഇയർ ഓഫ് ദിയർ ഗ്രാജുവേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ, ഹവർ ദേ മസ്റ്റ് പൊസസ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആസ് ഓൺ. ഇത് 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള ഏജ് ലിമിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 2026 ആകുമ്പോൾ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിനനുസരിച്ചുള്ള ഏജ് ലിമിറ്റ്, അതായത് നമ്മുടെ കട്ട് ഓഫ് ഡേറ്റും മന്തും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. അതായത് ഇപ്രാവശ്യത്തത് 1/8/2025 പ്രകാരം എന്നുള്ളതാണ്. അപ്പോൾ 26 വരുമ്പോൾ അത് മാറും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫൈനൽ ഇയർ എക്സാമിന്, അതായത് ഗ്രാജുവേഷൻ്റെ ഫൈനൽ ഇയർ അപ്പിയർ ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രിപ്പറേഷൻസ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി ഇതിലെ CGL പോസ്റ്റുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പേ ലെവൽ 7 കണ്ടോ, 44,900 to 1,42,400 അവിടുത്തെ ആ ഒരു പേയ്മെൻറ്റ് വരിക. ബേസിക് പേ തന്നെ 44,900 അപ്പോൾ നോക്കിയാൽ മതി എത്രത്തോളം ആ ഒരു പോസ്റ്റിൻ്റെ പവർ എന്നുള്ളത്. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അങ്ങനെ വരുന്ന ഒത്തിരി പോസ്റ്റുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ലെവൽ 6, 5, 4 അങ്ങനെ ഓരോ കാറ്റഗറിയുടെ അണ്ടറിലും ഒത്തിരി CGL പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഓരോ ലെവൽ വൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലെവൽ 6 ആണെങ്കിൽ 35,400 അവിടുത്തെ ബേസിക് പേ. ലെവൽ 5 ആണെങ്കിൽ 29,200. ലെവൽ 4 ആണെങ്കിൽ 25,500. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിലേക്കും അതുപോലെ CBICയിലേക്കും അതുപോലെ തന്നെ NIA, നെക്സ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ CBIയിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, ടാക്സ് അസിസ്റ്റൻറ്റ്, നമ്മുടെ സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, അങ്ങനെ വരുന്ന ഒത്തിരി പോസ്റ്റുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതിൽ ഫിസിക്കൽ ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളും വരുന്നുണ്ട്, ഫിസിക്കൽ ഇല്ലാത്ത പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേ ലെവലിലാണ് നമ്മുടെ CGL പോസ്റ്റ് വരുന്നത്.
ഓക്കെ, ഇനി CHSL പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. LDC, അതായത് നമ്മളൊരു സാധാരണ ഒരു ഗവൺമെൻറ് ഓഫീസ് ചെല്ലുമ്പോൾ നമുക്കവിടെ കുറേ ക്ലർക്കുമാരെ കാണാൻ പറ്റും. അപ്പോൾ LDC അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, ഇതൊക്കെയാണ് CHSL പോസ്റ്റുകൾ അണ്ടറിൽ വരിക. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പോസ്റ്റുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് MTS പോസ്റ്റുകളാണ്. അതിൽ വാച്ച്മാൻ, ഗേറ്റ് കീപ്പർ, ഗാർഡനർ, അതുപോലെ ദാഫ്തരി, നെക്സ്റ്റ് ഓപ്പറേറ്റർ, പിയോൺ, ജമദാർ, ജൂനിയർ ജസ്റ്റിനർ ഓപ്പറേറ്റർ, അങ്ങനെ വരുന്ന ഒത്തിരി പോസ്റ്റുകൾ MTSനകത്ത് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ CGL ലെവലായിരുന്നാലും CHSL ലെവലായിരുന്നാലും വരുന്ന പോസ്റ്റുകൾ. അപ്പോൾ ഡിഗ്രി ഹോൾഡേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ 10th പാസ്സുള്ളത് എഴുതാം, +2 പാസ്സുള്ളത് എഴുതാം, ഡിഗ്രി പാസ്സായിട്ടുള്ളത് എഴുതാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പം ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ആ ഒരു ഡൗട്ട് നിങ്ങൾ മാറിക്കാണും. അതായത് നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എക്സാം എഴുതി നിൽക്കുന്നവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുക. അതിന് മുന്നേ നമ്മുടെ പാറ്റേൺ ഒന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മുടെ CHSLൻ്റെയും CGLൻ്റെയും സെലക്ഷൻ പോസ്റ്റിൻ്റെയും Tier 1 പാറ്റേണാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 സെക്ഷൻസ് വരും. റീസണിങ്, അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഓരോന്നും 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്, 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അങ്ങനെയാണ് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന് വരുന്നത്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഒന്നുമില്ല. 60 മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് ഈ പറഞ്ഞ സാധനങ്ങളങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ബോത്ത് നമ്മുടെ SSC, CGL, അതുപോലെ CHSL, പിന്നെ സെലക്ഷൻ പോസ്റ്റ്, ഇതിൻ്റെയൊക്കെ Tier 1 പോസ്റ്റിൻ്റെതാണ് ഞാനിവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് CGLൻ്റെ Tier 2 ആണ്. ഓക്കെ, ഇതിൽ നോക്കിക്കേ, ഇതിൽ സെക്ഷൻ 1, അതായത് സെഷൻ 1 സെഷൻ 2 ആയിട്ടാണ് നടക്കുന്നത്. അതിൽ സെക്ഷൻ 1 സെക്ഷൻ 2 വരുന്നുണ്ട്. അതിൽ വീണ്ടും മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല, മാത്തമാറ്റിക്കൽ അബിലിറ്റീസ് നമ്മൾ പഠിക്കുന്നത് അല്ലേ, അതിന് കുറച്ചും കൂടി മോഡറേറ്റ് ലെവൽ. റീസണിങ് അതിന് കുറച്ചും കൂടെ മോഡറേറ്റ് ലെവൽ. ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ കുറച്ചും കൂടെ മോഡറേറ്റ് ലെവൽ. അവയർനെസ് കുറച്ചും കൂടി മോഡറേറ്റ് ലെവൽ. പിന്നെ നെക്സ്റ്റ് വരുന്ന സെഷൻ 2 സെക്ഷൻ 3 വരുന്ന മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ നോളജ്, ഡേറ്റ എൻട്രി, സ്പീഡ് ടെസ്റ്റ്, 1 ഡേറ്റ എൻട്രി ടാസ്ക് ക്വാളിഫയിങ് ആണ് 15 മിനിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ മാത്സ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻ 90 മാർക്ക്, 23% അവിടെ വെയിറ്റേജ് വരിക. അതുപോലെ റീസണിങ് 30 ക്വസ്റ്റ്യൻ 90 മാർക്ക്, 23%, 1 മണിക്കൂറാണ് അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് ആ ഒരു സെക്ഷൻ 1 ചെയ്യേണ്ടത് 1 മണിക്കൂറിലാണ്. അടുത്ത സെക്ഷൻ 2 വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യൻസ് 135, അതായത് 35% വെയിറ്റേജ് ഉണ്ട്. അടുത്ത അവയർനെസ് 25 ക്വസ്റ്റ്യൻ 75 മാർക്ക്, 19% വെയിറ്റേജ് ഉണ്ട്. അത് 1 മണിക്കൂറിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്, ക്വാളിഫയിങ് ആണ് 15 മിനിറ്റ്. ഡേറ്റ എൻട്രി, സ്പീഡ് ടെസ്റ്റും നമുക്ക് ഈ പറയുന്ന ക്വാളിഫയിങ് 15 മിനിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ മെയിൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ Tier 2 ടെസ്റ്റ് നടക്കുന്നത്. ഏതിൻ്റെ? CGLൻ്റെ Tier 2 ടെസ്റ്റ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്നത് MTSൻ്റെ പാറ്റേൺ ആണ്. ഈ CGLൻ്റെ മെയിൻസിൽ നിന്ന് നമുക്ക് വളരെ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള MTS പാറ്റേൺ ആണ്. അപ്പോൾ MTSലും ഈ പറയുന്ന ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി 20 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്. റീസണിങ് എബിലിറ്റി, പ്രോബ്ലം സോൾവിങ്, റീസണിങ് എബിലിറ്റി 20 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്. അതായത് ടോട്ടൽ 45 മിനിറ്റിൽ 40 ക്വസ്റ്റ്യൻ 120 മാർക്കിനാണ് MTSന് ചോദിക്കുക. ഇനി സെഷൻ 2 കൊണ്ട് കണ്ടോ, നേരത്തെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അവയർനെസ് 25 ക്വസ്റ്റ്യൻ 75 മാർക്കും, ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ 75 മാർക്കും, ടോട്ടൽ 45 മിനിറ്റ് 50 ക്വസ്റ്റ്യൻ 180 മാർക്ക്. ഒരൊറ്റ പരീക്ഷ വരുന്നുള്ള MTSന്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ CGL ആയാലും CHSL ആയാലും MTS ആയാലും നമുക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ ലെവലിലുള്ള ഒരു വ്യത്യാസം മാത്രം. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. മാത്സ് എടുക്കട്ടെ, ഇംഗ്ലീഷ് എടുക്കട്ടെ, റീസണിങ് എടുക്കട്ടെ, അവയർനെസ് എടുക്കട്ടെ, പഠിക്കുന്ന സിലബസ് അതായത് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറും. CGL കുറച്ച് നല്ല ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും, CHSL കുറച്ചും കൂടെ താഴെയുള്ളത്, MTS കുറച്ചും കൂടി താഴെയുള്ളത്. ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലുള്ള മാറ്റം മാത്രമാണ് അവിടെ വരുന്നത്. പഠിക്കുന്ന ഒക്കെ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും മോഡറേറ്റ് ഡിഫിക്കൽട്ട് വരെ വരുമ്പോഴത്തേക്കും നിങ്ങൾ MTS തൊട്ട് CGL വരെ എത്തി എന്നുള്ളതാണ്.
അല്ലേ? അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ലെവലാണ്. അതായത് നമ്മുടെ സിലബസ് കംപ്ലീഷൻ ആണ് ചെയ്യേണ്ടത്. അത് വിത്തിൻ ഒരു 2 to 3 months വെച്ചിട്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്തിരിക്കണം. സിലബസ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 70% സിലബസ് കവർ ചെയ്തിട്ട് ഡെയിലി ടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. 70% സിലബസ് കവർ ചെയ്തതിന് ശേഷം കൂടെ ഡെയിലി ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് ടെസ്റ്റോട് കൂടി PYQs നോക്കുക. അതായത് ഒരു 3 വർഷത്തെ PYQs ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, കൂടെ ടോപ്പിക് വൈസ് ടെസ്റ്റും നമുക്കവിടെ വേണം. അപ്പോൾ ഇതൊക്കെ അതായത് ഇപ്പം നെക്സ്റ്റ് ഒരു മന്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അടുത്ത ഒരു മന്ത് എന്ന് പറയുന്നത് Tier 2ലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് സെക്ഷണൽ മോക്ക് ടെസ്റ്റും Tier 2, അതായത് അതൊരു ഇപ്പോൾ ടോട്ടൽ എന്താണ് 2 to 3 months, നെക്സ്റ്റ് ഒരു 2 to 3 months അല്ലെങ്കിൽ 1 to 2 months എടുത്തിട്ട് വേണം സെക്ഷണൽ വൈസ് ടെസ്റ്റുകളും Tier 2 എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ആ Tier 2 അവിടെ സ്റ്റാർട്ട് ചെയ്ത് പോവേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് Tier 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് വീക്ക് ടോപ്പിക്സ് എന്നുള്ള കാര്യം മനസ്സിലാവും. അത് ഫോക്കസ് ചെയ്ത് അത് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റുകൾ നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം തൊട്ട് ഡെയിലി ടെസ്റ്റുകൾ തുടങ്ങി, പിന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളായി, പിന്നെ സെക്ഷണൽ വൈസ് ടെസ്റ്റുകളായി. അത് കഴിഞ്ഞ് നമ്മൾ Tier 2ൻ്റെത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു ടൈം നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുവാണ്. മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി നമ്മൾ ആ വീക്ക് ടോപ്പിക്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി ഒരു സ്കോർ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ആ സ്കോർ അച്ചീവ് ചെയ്യുന്നത് വരെ മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അച്ചീവ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യണം എന്നല്ല, വൺസ് നിങ്ങൾ ആ ഒരു സ്കോർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര മോക്ക് ടെസ്റ്റ് എഴുതുന്നോ അത്ര നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കും, നമുക്ക് ആ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം അത് അച്ചീവ് ചെയ്യുന്നത് വരെ, ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ്. നമ്മുടെ എക്സാം വരേക്കും അല്ലെങ്കിൽ നമ്മൾ എക്സാം ഫുള്ളി കംപ്ലീറ്റ് ആവുന്നത് വരേക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ആ ഒരു പ്രോഗ്രസ് നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു സ്ഥലത്ത് വെച്ച് ബ്രേക്ക് ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഡെയിലി നിങ്ങൾക്കൊരു ഇപ്പോൾ ഫൗണ്ടേഷൻ ലെവലൊക്കെ, അതായത് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഡെയിലി നിങ്ങൾക്ക് ഒരു 2 മണിക്കൂറേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ആ 2 മണിക്കൂർ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് അത്രയും ഇഫേർട്ടായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ടൈം കൂട്ടി വരിക. രാത്രി കാലങ്ങൾ പഠിക്കാം, വെളുപ്പാൻ കാലങ്ങളിൽ പഠിക്കാം. പിന്നെ ജോലിക്ക് പോകുന്നവർക്കാണ് ഈ 2 ടൈമുകളൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ട്രാവലിംഗ് സമയത്ത്, ഇപ്പം നിങ്ങൾ ജോലിക്ക് പോയിട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു ട്രാവലിംഗ് സമയത്തൊക്കെ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ബാക്കി അത് നമ്മൾ ഇങ്ങനെ വരുന്ന ചെറിയ ടൈമുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ വന്നാൽ പിന്നെ മാത്സ് റീസണിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് ഫൗണ്ടേഷൻ ലെവൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നൈറ്റും ഈവനിങ്ങും അതുപോലെ മോർണിംഗ് ഒക്കെ ആയിരുന്നു നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് എടുത്താലേ നമുക്കത് കറക്റ്റായിട്ട് ആ ട്രാക്കിലേക്ക് വരും. വൺസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വൺസ് നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കത് ട്രാക്ക് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇനി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ്, ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഇയർ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണല്ലേ. എന്തിനാ വെറുതെ ഇരിക്കുന്നത്? പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോ, SSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. SSC വൺസ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ചിലപ്പോൾ PGയിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ PGയുടെ ഒപ്പം തന്നെ നിങ്ങളൊരു ടൈം കണ്ടെത്തി നിങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ജോലി കിട്ടി വിത്ത് നിങ്ങൾ PG നിങ്ങൾക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം PGയോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു കരിയറിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ജോലി എന്നുള്ള രീതിക്ക് ഈ ഒരു 1 year നിങ്ങൾ മാക്സിമം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 1 year, അതായത് നെക്സ്റ്റ് SSC എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് SSC 2026ൻ്റെ കലണ്ടർ കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കുക. കലണ്ടർ വരാറായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് സമയം കളയാൻ ബാക്കിയില്ല. അപ്പോൾ നമുക്കിനി കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മൾ വീക്ക് ടോപ്പിക്സ് ഒക്കെ മാർക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ. അതായത് നമ്മുടെ പ്രിപ്പറേഷൻ ഓൺ ടൈം പ്രിപ്പറേഷൻ ആയിരിക്കണം, അത് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രിയിൽ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ SSCയുടെ ബാച്ചസ് അവൈലബിൾ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മണിക്കൂർ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ നമ്മൾ പഠിക്കാനൊരിത് ഉണ്ടാവുള്ളൂ. പക്ഷേ പിന്നെ പിന്നെ പോകെ നമ്മുടെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യണം, നമ്മുടെ ഡെയിലി ടെസ്റ്റുകൾ ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, സെക്ഷണൽ വൈസ് ടെസ്റ്റുകൾ ചെയ്യണം, അതുപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, PYQs ക്ലാസ്സസ് വേണം, വീക്ക് ഏരിയ ടോപ്പിക്സ് ക്ലാസ് വേണം. എന്തിനാ കിടന്നലയുന്നത്? നമ്മുടെ എൻട്രിയിൽ ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ SSC കോഴ്സസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് വേ ത്രൂ നിങ്ങൾക്കത് പഠിച്ചു പോകാമല്ലോ. നമ്മൾ ചുമ്മാ എന്താണ് സെർച്ച് ചെയ്ത് ടൈം കളയുന്നതിന് പകരം നമുക്കത് കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിച്ചെടുത്താൽ മാത്രം മതി അല്ലേ? അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ജോലിയുള്ളവരായിരുന്നാലും ജോലി ഇല്ല മീൻസ് ഇപ്പം നിങ്ങൾ ജോലിയിലുള്ളവരായിരുന്നാലും ഇപ്പം ജോലി ഇല്ലാണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നാലും നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് 8714764666 നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. എന്ത് എൻക്വയറിക്കാണ്, ഇപ്പോൾ ബാച്ച് എൻക്വയറി, എക്സാം എൻക്വയറി എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ബി അവെയർ അബൌട്ട് ദിസ് എന്താണ് SSC എക്സാംസിനെ പറ്റി ഒന്ന് അവെയർ ആക്കി ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ചാൻസാണ്. മാക്സിമം ഇതിൽ വേണ്ടിയിട്ട് ഇഫേർട്ട് ഇട്ട് പഠിച്ച് നിങ്ങൾക്ക് അടുത്ത SSC എന്ന് പറഞ്ഞാൽ ഭയങ്കര റെപ്യൂട്ടായിട്ട് വരുന്ന പോസ്റ്റുകളാണ് CGL പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും അത് എത്തിപ്പെട്ട് കഴിഞ്ഞാലെന്ന് പറയുന്നത് ഫ്യൂച്ചർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കരിയർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് SSC CGL പോസ്റ്റുകൾ. അത്രയും പവർഫുൾ പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ നിങ്ങളുടെ ഒരു ടൈമും അതുപോലെ നമുക്ക് ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അപ് ടു 30 വയസ്സ് വരെ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ ഏജ് ഫാക്ടറാണ്, നമ്മുടെ ടൈം ഫാക്ടറാണ്. അപ്പോൾ മാക്സിമം നല്ല നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്ത് ചെയ്യണം, അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അതിന് നിങ്ങളോടൊപ്പം നമ്മുടെ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എൻട്രിയുടെ SSC RRB ചാനൽ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ SSC അതുപോലെ റെയിൽവേ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും എക്സാം റിലേറ്റഡ് കാര്യങ്ങളായിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ത്രൂ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലോർക്ക് അപ്പോൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.